ഇത്തവണ നമ്മൾ തുളിപ്പ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോണ്ടിഫാക്റ്റിലോട്ടാണ് പോകുന്നത്. ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അധികം തുളിപ്സ് കാണുന്നത്. ടോട്ടലി 5 ഏക്കറിലാണ് ഇവരിത് കൃഷി ചെയ്തിരിക്കുന്നത്. 65 വെറൈറ്റി ഓഫ് തുളിപ്സ് ഉണ്ട് എന്നാണ് ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവർ പറയുന്നത്. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ പ്ലേസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല നൈസ് സ്പോട്ട് തന്നെയാണിത്. മിക്സ്ഡ് ആയിട്ടുള്ള തുളിപ്പ് ഒരു സൈഡിൽ, പിന്നെ പിങ്ക് കളറിലുള്ള തുളിപ്സ് വേറെ, റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ വേറെ, അങ്ങനെയൊക്കെയാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ്. ഔട്ട്ഡോർ ആയിട്ട് ഒരു കഫ്റ്റേരിയയും പിന്നെ ഒരു മിനി ബാറൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ജലാറ്റോ കിട്ടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കഫ്റ്റേരിയ കൂടി ഇവർക്കുണ്ട്. നമ്മളിവിടെ നിന്ന് സ്ട്രോബെറി പിന്നെ വാനില കാരമലൈസ്ഡ് ജലാറ്റോയും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഐസ്ക്രീമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്രീമിഷ് ആയിരുന്നു. അതുകൂടാതെ തന്നെ ഒരു കേക്കിൻ്റെ ടെക്സ്ചറും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് വളരെ നല്ലതായിരുന്നേ. പിന്നെ നമുക്ക് റേറ്റൊക്കെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ഫ്രോസൺ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, നമുക്ക് സ്മൂത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ. അതും അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് ഇവർ സെല് ചെയ്യുന്നത്. വെറൈറ്റി ഓഫ് ജാംസ്, സ്പ്രെഡ്സ്, കെച്ചപ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവർ സെല് ചെയ്യുന്നുണ്ട്. ജാമും സോസൊക്കെ കമ്പാരിറ്റീവ്ലി റേറ്റ് ഇച്ചിരി കൂടുതലാണ്. കാരണം ഇത് ഫാം ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഇതിന് കാണുമല്ലോ. പിന്നെ കുറേ ടൈപ്പ് ബ്രെഡ് ഡിപ്പേഴ്സ്, അതുകൂടാതെ തന്നെ ഫാം ഫ്രഷ് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ ഈ ഫാമിനകത്തുണ്ട്. പിന്നെ കുറേ സ്പ്രെഡേഴ്സ്, പിക്കിൾസ്, പിന്നെ ക്രാക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഒക്കെ ഓർഗാനിക്സ് ആണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ വൈന്, ബിയർ, അതുപോലത്തെയൊക്കെ കുറേ ഡ്രിങ്ക്സ് ഐറ്റംസും ഇതിനകത്തുണ്ട്. അങ്ങനെ തുളി ഫെസ്റ്റിവലും ഫാം ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.